കഴിഞ്ഞ ദിവസം വന്ന ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു 8,000-ലേറെ വീടുകൾ ഇസ്രായേലികൾക്ക് നഷ്ടമായി എന്നത്. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിലൊന്നും സംഭവിക്കുന്നില്ല എന്നും നാശനഷ്ടങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും മറ്റുള്ള ലോകമാധ്യമങ്ങളെല്ലാം സത്യം വിളിച്ചു പറയുകയാണ് എന്ന് തന്നെ പറയാം. ഇസ്രായേൽ ഒരിടത്തും തോൽക്കില്ല എന്നും ഇസ്രായേലിനെ തോൽപ്പിക്കാനാകില്ല എന്നും പറഞ്ഞു വരുത്തുന്ന കള്ളങ്ങൾക്ക് മേൽ ശരിക്കും പറഞ്ഞാൽ പാവപ്പെട്ട ഇസ്രായേലികളെ നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ ഇട്ടുകൊടുക്കുകയാണ് എന്ന് വേണം പറയാൻ. യുദ്ധത്തിനൊന്നും തീരെ താല്പര്യമില്ലാത്ത ഇറാന്റെ മുന്നിലേക്കാണ് നെതന്യാഹു പാവപ്പെട്ട ജനങ്ങളെ ഇട്ടുകൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടുന്ന ഒരു കാഴ്ച സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായിട്ടുണ്ടായിരുന്നു. യുദ്ധക്കെടുതിയിൽ ഇസ്രായേലികൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പല മാധ്യമങ്ങളും ഈ വാർത്തയും ഈ ചിത്രവും പകർത്തിയതും ഷെയർ ചെയ്തതും. വീടുകൾ തകർന്ന ആയിരങ്ങൾ തെരുവിലെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ അന്ന് കുറിക്കുകയും ചെയ്തു. വേറൊരു വഴിയുമില്ലാതെ അവർ സത്യം വിളിച്ചു പറയേണ്ടി വന്നു എന്ന് പറയാം. ഏതു യുദ്ധത്തിൻ്റെ ആദ്യത്തെ ഇരകൾ എന്ന് പറയുന്നത് നിരപരാധികളായ കുട്ടികളും സ്ത്രീകളും വൃദ്ധരുമെല്ലാമാകുമെന്ന് പറയാറുണ്ട്. അത് ഗസയിലും ലബനാനിലും യമനിലും സിറിയയിലുമെല്ലാം അങ്ങനെ തന്നെയാണ്. ഇറാനിലും ഇസ്രായേലിലും കാര്യങ്ങൾ വ്യത്യസ്തമാകുന്നില്ല. ഇറാനിലായാലും ഇസ്രായേലിലായാലും ഇപ്പോൾ കാണുന്നതും അത്തരത്തിലാണ്. എന്നാൽ ഇതെല്ലാം തുടങ്ങി വെച്ചത് ഇസ്രായേലാണെന്ന് അവർ ഓർക്കുന്നില്ല. ഇസ്രായേലിന് ഇത് സംഭവിക്കുമ്പോഴും നെതന്യാഹു അടക്കമുള്ള ഇസ്രായേലിലെ പല പ്രധാനപ്പെട്ട ആളുകൾക്കും അത് മനസ്സിലാകുന്നില്ല. അവർക്കൊന്നും സംഭവിക്കാത്തതുകൊണ്ടും അവരുടെ കുടുംബത്തിൽ ആർക്കും ഒന്നും നേരിടാൻ ഇല്ലാത്തതുകൊണ്ടും തന്നെ അവർ സുരക്ഷിതരായിരിക്കുന്നു. എന്നാൽ ഇതിന് പെട്ടുപോകുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളാണ്. ഇറാൻ മനഃപൂർവ്വം അവിടെയുള്ളവരെ ഉപദ്രവിക്കുകയല്ല എന്നും മറിച്ച് ഇസ്രായേലിനെ അവരെ കൊല്ലാൻ നോക്കിയ നെതന്യാഹു ഉൾപ്പെടെയുള്ള പ്രതിനിധികളെയാണ് അവർക്ക് വേണ്ടതെന്ന് പറയുമ്പോഴും പാവപ്പെട്ട ജനങ്ങളെയാണ് നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ കൊന്നുകൊടുക്കുന്നതും എന്ന് പറയുന്നുണ്ട്. ഇറാനിൽ ഇസ്രായേൽ നിരന്തരം നടത്തുന്ന വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 600 കടന്നിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം പ്രകാരം 639 ഇപ്പോൾ ഇറാനിലെ മരണസംഖ്യ. ഗുരുതരമായ അല്ലാതെയുമൊക്കെ പരിക്കേറ്റവരുടെ എണ്ണം 1300 കടന്നിട്ടുണ്ടെന്ന് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ കാര്യം നോക്കേണ്ടതാണ്. പൗരന്മാർക്ക് ഏറ്റവും വലിയ സുരക്ഷ ഉറപ്പു നൽകുന്ന രാജ്യം കൂടിയാണ് ഇസ്രായേൽ. എന്നാൽ ഇറാന്റെ മിസൈൽ വർഷത്തിൽ ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർന്നപ്പോൾ ആയിരക്കണക്കിന് മനുഷ്യരാണ് പെരുവഴിയിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 3000 പേരാണ് ഇസ്രായേലിൽ ഭവനരഹിതരായിരിക്കുന്നത് എന്ന് പറയാം. ഇസ്രായേലിൻ്റെ നരനായാട്ടിൽ കുടിയും കിടപ്പാടുമൊക്കെ തകർന്ന് അന്തി ഉറങ്ങാൻ ഇടമില്ലാതെ പറക്കമുറ്റാത്ത മക്കളുമായി പലായനം ചെയ്യുന്ന ഫലസ്തീനികൾ ഇപ്പോൾ പുതുമയുള്ളൊരു കാഴ്ചയല്ല. കയ്യിൽ കൊള്ളുന്ന സാധനങ്ങളുമായി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് തേടി കിലോമീറ്ററുകളോളം നഗ്നപാതരായി സഞ്ചരിക്കുന്ന മനുഷ്യർ ഒരുപാടുള്ള ഒരു നാട് തന്നെയായി മാറുകയാണിത്. അതിനിടയിൽ ഗസയിലെ മനുഷ്യരുടെ തീരാക്കടൽ ഇപ്പോൾ ജീവിതം അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മനസാക്ഷിയെ ഒട്ടും ഉടയ്ക്കുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ബുധനാഴ്ച ഇസ്രായേൽ നാഷണൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം 3000-ഓളം പേര് ഭവനരഹിതരായി ഓടി എന്ന് തന്നെ പറയുന്നത്. 8,000 വീടുകൾക്ക് അല്ലെങ്കിൽ 8,000 വീടുകൾക്ക് കേടുപാടുണ്ടായി എന്ന് തന്നെ വ്യക്തമാക്കി പറയുന്നുണ്ട്.